നമ്മുടെ HS സോഷ്യൽ സയൻസിൻ്റെ സിലബസിൽ ജോഗ്രഫിയിലെ 2 മൊഡ്യൂളുകളിൽ ഫിസിക്കൽ ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം ഒരുവിധം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫിയിലെ കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ്സുകളൊക്കെ കാണുക, എന്നിട്ട് വേണം ഈ ഒരു ക്ലാസ്സിലേക്ക് വരാൻ. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്ലാനറ്റ്സിനെ കുറിച്ചാണ്. അതിലെ ഒന്നാമത്തെ സൂര്യനിൽ നിന്നുമുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു ഓർഡറിലാണ് നമ്മൾ പഠിക്കുന്നത്. ബുധനാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ബുധൻ അല്ലെങ്കിൽ മെർക്കുറിയെ കുറിച്ചാണ്. കുറച്ച് പ്രത്യേകതകൾ മാത്രമാണ്, നമുക്ക് അറിയാവുന്നതും അറിയാത്തതായിട്ട് കുറച്ചുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പം അറിയാവുന്ന നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക, അതിനകത്ത് നിങ്ങൾക്ക് അറിയാത്ത പോയിന്റുകൾ എഴുതിയെടുത്ത് വെക്കുക, എന്നിട്ട് വേണം പഠിക്കാൻ. അറിയാവുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക, അറിയാത്തത് മാത്രം നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബുധനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആ ഓർഡറിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ബുധനാണ്. റോമക്കാരുടെ സന്ദേശവാഹകന്റെ അല്ലെങ്കിൽ മെസ്സഞ്ചർ എന്നൊരു പേരിലാണ് ഈ ഒരു ബുധനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ ഗ്രഹമാണ്. റോമക്കാരുടെ സന്ദേശവാഹകന്റെ അല്ലെങ്കിൽ മെസ്സഞ്ചർ എന്നൊരു പേരിലാണ് ബുധനെ അറിയപ്പെടുന്നത്. റോമക്കാര് പ്രഭാതത്തിൽ അപ്പോളോ എന്നും പ്രദോഷത്തിൽ ഹെർമിസ് എന്നുമാണ് ബുധനെ വിളിച്ചിട്ടുള്ളത്. റോമക്കാര് പ്രഭാതത്തിൽ അപ്പോളോ എന്നും പ്രദോഷത്തിൽ ഹെർമിസ് എന്നും വിളിച്ചിട്ടുള്ള ഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? ബുധൻ എന്ന് പറയുന്നത്. അതേപോലെ അച്ചുതണ്ടിന് ചരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. അച്ചുതണ്ടിന് ചരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ബുധൻ. സൂര്യനോട് അടുത്തുള്ള ഗ്രഹമാണ്, അതുകൊണ്ട് തന്നെ എന്ത് കുറവാണ്? അച്ചുതണ്ടിന് ചരിവ് കുറവാണ്. ആർക്ക്? ബുധനിക്ക്. അതേപോലെ പരിക്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹമാണ്. നമുക്കറിയാം, ഭ്രമണവും ഓരോ ഗ്രഹങ്ങളും ഭ്രമണം ചെയ്യുന്നുണ്ട്, അതായത് സ്വയമായിട്ട് കറങ്ങുന്നുണ്ട്, അതേപോലെ തന്നെ പരിക്രമണം ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മുടെ സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം പരിക്രമണ വേഗത, സൂര്യനെ വലം വെക്കുന്ന ആ ഒരു വേഗത ഏറ്റവും കൂടിയ ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. ഓക്കെ, പരിക്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? ബുധൻ എന്ന് പറയുന്നത്. അതേപോലെ പലായന പ്രവേഗം ഏറ്റവും കുറഞ്ഞ ഗ്രഹവും ഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ ഗ്രഹവും ഏതാണെന്ന് ചോദിച്ചാൽ അതും ബുധനാണ്. പരിക്രമണ വേഗത കൂടുതലാണ്, പലായന പ്രവേഗം ഏറ്റവും കുറഞ്ഞ ഗ്രഹവും ഏത് തന്നെയാണ്? ബുധനാണ്. അതുപോലെ തന്നെ ഗുരുത്വാകർഷണം എന്താണ്? ആ ബുധനിലേക്ക് കുറവാണ്, ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ്. ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബുധനാണെന്ന് മനസ്സിലാക്കണം. അതേപോലെ അന്തരീക്ഷമില്ലാത്തൊരു ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. ബുധനിൽ എന്തില്ല? അന്തരീക്ഷമില്ല. അതേപോലെ ഭൂമിയുടേതിന് തുല്യമായിട്ടുള്ള സാന്ദ്രതയുണ്ട്, അതേപോലെ കാന്തിക മണ്ഡലങ്ങളുമുള്ള ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. ഭൂമിയുടേതിന് തുല്യമായിട്ടുള്ള എന്തൊക്കെയുണ്ട്? സാന്ദ്രതയുണ്ട്, അതേപോലെ കാന്തിക മണ്ഡലങ്ങളും ഉള്ള ഗ്രഹമാണ്. ഭൂമിയുടേതിന് തുല്യമായിട്ടുള്ള സാന്ദ്രതയും കാന്തിക മണ്ഡലങ്ങളുമുള്ള ഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? ബുധൻ എന്ന് പറയുന്നത്. അതേപോലെ മറുത എന്ന പേരിലാണ് ഈ ഗ്രഹത്തെ അറിയപ്പെടുന്നത്. മറുത എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ബുധൻ എന്ന് പറയുന്നത്. അതേപോലെ ചൈന, കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ജലനക്ഷത്രം എന്നും ആരെ അറിയപ്പെടുന്നുണ്ട്? ബുധനിനെ അറിയപ്പെടുന്നുണ്ട്. ചൈന, കൊറിയ, ജപ്പാൻ, ആ കിഴക്കറ്റത്ത് കിടക്കുന്ന കുറച്ച് രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളിലൊക്കെ ജലനക്ഷത്രം എന്നാണ് ആരെ അറിയപ്പെടുന്നത്? ബുധനിനെ അറിയപ്പെടുന്നത്. അതേപോലെ ഏറ്റവും കുറവ് ഗുരുത്വാകർഷണം നമ്മൾ ആൾറെഡി പറഞ്ഞു. പലായന പ്രവേഗം ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ്, അതേപോലെ ഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? ബുധൻ എന്ന് പറയുന്നത്. ഇരുമ്പാണ് ഏറ്റവും കൂടുതൽ എവിടെയുള്ളതെന്ന് പറയുന്നത്? ബുധന്റെ അകക്കാമ്പിൽ ഉള്ളത്. കോറിൽ ഏറ്റവും കൂടുതൽ എന്താണുള്ളത്? ഇരുമ്പാണ് ഏറ്റവും കൂടുതലുള്ളത്. ബുധനെ നിരീക്ഷിക്കുവാൻ അയച്ചിട്ടുള്ള 2 പേടകങ്ങളാണ് മറീനർ 10ഉം മെസ്സഞ്ചറും. ഇതൊന്നും അറിഞ്ഞിരുന്നാൽ മതി, ഇത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിലും മറീനർ 10ഉം മെസ്സഞ്ചറും ഏത് ഗ്രഹത്തെ നിരീക്ഷിക്കാൻ വേണ്ടി അയച്ചിട്ടുള്ള പേടകങ്ങളാണെന്ന് ചോദിച്ചാൽ അത് ബുധനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുള്ളതാണ്. ഭ്രമണകാലം എന്ന് പറയുന്നത് 58 ദിവസവും പരിക്രമണ കാലം എന്ന് പറയുന്നത് 88 ദിവസമാണ്. അത് പഠിക്കാൻ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. 58ഉം 88ഉം നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന 2 സംഖ്യകളാണ്. അപ്പോൾ 58 ദിനങ്ങളാണ് ബുധന്റെ ഭ്രമണകാലം എന്ന് പറയുന്നത്. അതായത് ഒരു വട്ടം ഒന്ന് ഭ്രമണം ചെയ്യാൻ വേണ്ടി 58 ദിവസങ്ങളാണ് ഭൂമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 58 ദിവസമാണ് ബുധനിക്ക് എടുക്കുന്നത്. പക്ഷേ പരിക്രമണ കാലം എന്ന് പറയുന്നത് എത്രയാണ്? 88 ദിവസമാണ്. പരിക്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. അപ്പോൾ 88 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറവാണ്. ഒരു പരിക്രമണത്തിന് 88 ദിവസങ്ങൾ മാത്രമാണ് ബുധനിൽ വരുന്നത്. ഓക്കെ, നമ്മുടെ സൂര്യനിൽ നിന്നും ബുധനിലേക്കുള്ള അകലം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഗ്രഹങ്ങളുടെ അകലം പറയുമ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റിലാണ് പറയുക. 0.4 യൂണിറ്റ് ആണ് സൂര്യനിൽ നിന്നും ബുധനിലേക്കുള്ള അകലം എന്ന് പറയുന്നത്. 0.4 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അപ്പോൾ മെർക്കുറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. റോമക്കാരുടെ സന്ദേശവാഹകന്റെ പേരിലാണ് അറിയപ്പെടുന്നത്, മെസ്സഞ്ചർ എന്നറിയപ്പെടുന്നു. റോമക്കാർ പ്രഭാതത്തിൽ അപ്പോളോ എന്നും
പ്രദോഷത്തിൽ ഹെർമിസ് എന്നുമാണ് ബുധനെ വിളിക്കുന്നത്. അച്ചുതണ്ടിന്റെ ചരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ്. പരിക്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. പലായന പ്രവേഗം ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ബുധൻ. ഗുരുത്വാകർഷണവും ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. അന്തരീക്ഷമില്ലാത്ത ഗ്രഹമാണ് ബുധൻ. ഭൂമിയുടേതിന് തുല്യമായിട്ടുള്ള സാന്ദ്രതയും കാന്തിക മണ്ഡലങ്ങളുമുള്ള ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. മറുത എന്നാണ്, മെസഞ്ചർ എന്നും അറിയപ്പെടുന്നു, മറുത എന്നും അറിയപ്പെടുന്നു. ചൈന, കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ജലനക്ഷത്രം എന്നറിയപ്പെട്ടത് ബുധനെയാണ്. ഏറ്റവും കുറവ് ഗുരുത്വാകർഷണമാണ്. ബുധന്റെ അകക്കാമ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഇരുമ്പാണ്. ബുധനെ നിരീക്ഷിക്കുവാൻ അയച്ചിട്ടുള്ള 2 പേടകങ്ങളാണ് മറീനർ 2 മെസ്സഞ്ചറും. പരിക്രമണകാലം 88 ദിവസവും ഭ്രമണകാലം 58 ദിവസമാണ്. 58 ദിവസമാണ് ഭ്രമണം, 88 ദിവസമാണ് പരിക്രമണം. തിരിഞ്ഞു വരുത് ഒന്ന് ഭ്രമണം ചെയ്യാൻ 58 ദിവസവും സൂര്യനെ വലം വെക്കാൻ 88 ദിവസവുമാണ് ബുധൻ എടുക്കുന്നത്. സൂര്യനിൽ നിന്നുള്ള അകലം എത്രയാണ്? ബുധനിലേക്കുള്ള അകലം 0.4 അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ശുക്രനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വീനസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മറ്റ് 7 ഗ്രഹങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. ശുക്രന്റെ പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളുണ്ട്. എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രത്യേകതകളാണ് ശുക്രൻ വരുന്നത്. നമ്മുടെ ഭൂമിയിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാ ദിവസവും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഗ്രഹമാണ് ഇതെന്ന് പറയുന്നത് ശുക്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രഭാത നക്ഷത്രമെന്നും പ്രദോഷ നക്ഷത്രമെന്നും ശുക്രനെ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ശുക്രനാണ് പ്രഭാത നക്ഷത്രവും പ്രദോഷ നക്ഷത്രവും എന്ന് കണ്ടുപിടിച്ചത് പൈതഗോറസ് ആണ്. ആ സയന്റിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് പൈതഗോറസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ റോമക്കാരുടെ പ്രണയ ദേവത എന്നറിയപ്പെട്ടത് ശുക്രനാണ്. റോമക്കാരുടെ പ്രണയ ദേവതയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ അത് ശുക്രനാണ്. അതേപോലെ റോമക്കാരുടെ സൗന്ദര്യ ദേവതയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ അതും ശുക്രനാണ്. റോമക്കാരുടെ വസന്ത ദേവതയുടെ പേരെന്ന് പറയുന്നതും ശുക്രനാണ്. അപ്പൊ റോമക്കാരുടെ പ്രണയ സൗന്ദര്യ വസന്ത ദേവതയാണ് ആരെന്ന് പറയുന്നത്? ശുക്രൻ എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ പറഞ്ഞു ഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും കാണാൻ പറ്റുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. ഭൂമിക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹവും ഏതാണ്? ശുക്രനാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാ ദിവസവും അതിനെ കാണാൻ പറ്റുന്നത്. അപ്പൊ തിളക്കമുള്ള ഗ്രഹമാണ്. ഭൂമിക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ്. ഏറ്റവും കൂടുതൽ സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘങ്ങൾ ഏത് ഗ്രഹത്തിലാണെന്ന് ചോദിച്ചാൽ അത് ശുക്രനിലാണെന്ന് മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ഏതാണ്? അത് ശുക്രനാണ്. ഓക്കെ, അപ്പൊ പ്രഭാത നക്ഷത്രവും പ്രദോഷ നക്ഷത്രവും ശുക്രനാണെന്ന് പറഞ്ഞത് ആരാണ്? പൈതഗോറസ് ആണ്. റോമക്കാരുടെ പ്രണയ സൗന്ദര്യ വസന്ത ദേവതയാണ് ശുക്രൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘങ്ങൾ ഉള്ളത് ശുക്രനിലാണ്. നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണെന്ന് വെച്ചാൽ അതും ശുക്രനാണ്. സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ശുക്രനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് മനസ്സിലാക്കണം. ശുക്രനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഭൂമിയെ കൂടാതെ ഹരിതഗ്രഹ പ്രഭാവം കാണപ്പെടുന്ന ഗ്രഹവും ശുക്രനാണ്. ഭൂമിയെ കൂടാതെ എന്തുകൊണ്ട് ഹരിതഗ്രഹ പ്രഭാവം കാണപ്പെടുന്ന ഗ്രഹവും ശുക്രനാണ്. ശുക്രനിൽ ഏറ്റവും കൂടുതൽ മൂലകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതുകൊണ്ട് സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം ഏതാണ്? അത് നമ്മുടെ ശുക്രനാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു വ്യത്യസ്തനാണെന്ന് പറഞ്ഞു. എല്ലാവരും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുമ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ഭ്രമണം ചെയ്യുന്ന ഏക ഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? ശുക്രൻ എന്ന് പറയുന്നത്. കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ഭ്രമണം ചെയ്യുന്ന ഏക ഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ശുക്രൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ഭ്രമണം ചെയ്യുന്ന ഏക ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. ശുക്രനിൽ സൂര്യൻ എപ്പോഴും എന്താണ്? പടിഞ്ഞാറ് ഉദിച്ചിട്ട് കിഴക്ക് അസ്തമിക്കുന്നു. കാരണം നമ്മൾ പറഞ്ഞു ശുക്രൻ എന്താണ്? കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കാണ് ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ട് ശുക്രനിൽ സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? പടിഞ്ഞാറ് ഉദിക്കുന്നു, കിഴക്ക് അസ്തമിക്കുന്നു. ശുക്രനിൽ വർഷത്തെക്കാളും എന്താണ്? ദിവസത്തിനാണ് ദൈർഘ്യം. നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള ഗ്രഹങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് ശുക്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തേക്കാൾ കൂടുതലും ദിവസത്തിന് ദൈർഘ്യമുള്ള ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഭ്രമണം ചെയ്യുന്ന കാലം, അതായത് ഒന്ന് കറങ്ങാൻ ഒരു കറക്കത്തിന് എത്ര ദിവസം എടുക്കും എന്ന് ചോദിച്ചാൽ എത്ര ദിവസം എടുക്കും? 243 ദിവസം എടുക്കും. ഒന്ന് ഭ്രമണം ചെയ്യാൻ, ശുക്രൻ ഒന്ന് ഭ്രമണം ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 243 ദിവസം എടുക്കും. പക്ഷേ ഒന്ന് പരിക്രമണം ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 224 ദിവസം എടുക്കത്തുള്ളൂ. ഇനി ശുക്രനെ നിരീക്ഷിക്കാൻ അയച്ചിട്ടുള്ള 2 പേടകങ്ങളാണ് മറീനർ 2ഉം വിനേറ 7ഉം. മറീനർ 2ഉം വിനേറ 7ഉം ശുക്രനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുള്ള 2 പേടകങ്ങളാണ്. അതേപോലെ ശുക്രനിൽ ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ ബഹിരാകാശ പേടകം ഏതാന്ന് ചോദിച്ചാൽ അത് വിനേറ 7 ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ സൂര്യനിൽ നിന്നുള്ള അകലം 0.7 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബുധൻ 0.4 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണെങ്കിൽ ഇവിടെ ശുക്രന്റെ അകലം, സൂര്യനിൽ നിന്നുമുള്ള ശുക്രന്റെ അകലം 0.7 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അതേപോലെ ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. ലൂസിഫർ എന്നും അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? അത് ശുക്രൻ. അപ്പോൾ ശുക്രന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രഭാത നക്ഷത്രമെന്നും പ്രദോഷ നക്ഷത്രമെന്നും ശുക്രനെ വിളിച്ചിട്ടുള്ളത് പൈതഗോറസ് ആണ്.
റോമക്കാരുടെ പ്രണയ സൗന്ദര്യ വസന്ത ദേവതയാണ് ശുക്രൻ എന്ന് പറയുന്നത്. ഭൂമിക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സൾഫ്യൂരിക് ആസിഡുകൾ നിറഞ്ഞ മേഘപടലങ്ങളുള്ള ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. ഭൂമിയെ കൂടാതെ ഹരിതഗ്രഹ പ്രഭാവം കാണപ്പെടുന്നത് ശുക്രനിലാണ്. ശുക്രനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ഭ്രമണം ചെയ്യുന്ന ഏക ഗ്രഹമാണ് ശുക്രൻ. അതേപോലെ ശുക്രനിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ച് കിഴക്കാണ് അസ്തമിക്കുന്നത്. ശുക്രനിൽ വർഷത്തെക്കാളും എന്താണ് ദിവസത്തിനാണ് ദൈർഘ്യം. നമ്മൾ പറഞ്ഞു ശുക്രനിലെ ഭ്രമണകാലം എന്ന് പറയുന്നത് 243 ദിവസമാണെങ്കിൽ പരിക്രമണ കാലം 224 ദിവസമാണ്. പരിക്രമണകാലം 224 ദിവസവും ഭ്രമണകാലം 243 ദിവസമാണ്. അതുകൊണ്ടാണ് വർഷത്തെക്കാളും ദിവസത്തിന് എന്തുണ്ട് ദൈർഘ്യമുണ്ട് എന്ന് പറഞ്ഞത് ശുക്രനിൽ. അതേപോലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിനരാത്രങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയിട്ടുള്ള ദിനരാത്രങ്ങൾ എന്താണ് കാരണം എന്ന് പറഞ്ഞു. ഭ്രമണകാലം 243 ദിവസമാണ്. അതുകൊണ്ട് തന്നെ വർഷത്തെക്കാളും ദിവസത്തിന് ദൈർഘ്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഏറ്റവും ദൈർഘ്യമേറിയ ദിനരാത്രങ്ങൾ രാവും പകലും അനുഭവപ്പെടുന്നു. ദൈർഘ്യമേറിയ രാവും പകലും അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. അതേപോലെ പ്രധാനമായിട്ട് നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ശുക്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അത് മാക്സ്വെൽ മോൺസ് ആണെന്ന് മനസ്സിലാക്കാം. മാക്സ്വെൽ മോൺസ് എവിടെയാണ്? അത് ശുക്രനിലാണ്. ശുക്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മാക്സ്വെൽ മോൺസ് എന്ന് പറയുന്നത്. അതേപോലെ വിശാലമായിട്ടുള്ള ഒരു പീഠഭൂമിയുണ്ട്, ലക്ഷ്മി പ്ലാനം എന്നാണ് അത് അറിയപ്പെടുന്നത്. അതെവിടെയാണ്? ശുക്രനിലാണ്. അപ്പോൾ ശുക്രനിലെ വിശാലമായ പീഠഭൂമിയാണ് ലക്ഷ്മി പ്ലാനം എന്ന് പറയുന്നത്. മാക്സ്വെൽ മോൺസും ലക്ഷ്മി പ്ലാനവും എവിടെയാണ്? ശുക്രനിലാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ലക്ഷ്മി പ്ലാനം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, മാക്സ്വെൽ മോൺസ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടും എവിടെയാണ്? ശുക്രനിലാണ്. ശുക്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മാക്സ്വെൽ മോൺസ്. ശുക്രനിലെ ഏറ്റവും വിശാലമായിട്ടുള്ള പീഠഭൂമിയാണ് ലക്ഷ്മി പ്ലാനം എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ പറഞ്ഞു ശുക്രനെ അറിയപ്പെടുന്നത് ഭൂമിയുടെ ഇരട്ട എന്നും സൂര്യന്റെ അരുമ എന്നൊക്കെയാണ്. സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നു പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹമായതുകൊണ്ട് സൂര്യന്റെ അരുമയെന്നും ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ എന്നതുകൊണ്ട് ഭൂമിയുടെ ഇരട്ട എന്നും ആരെ അറിയപ്പെടുന്നു? ശുക്രനെ അറിയപ്പെടുന്നു. ഭ്രമണ വേഗത കുറഞ്ഞ ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് ഭ്രമണ വേഗതയുള്ള ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. അതേപോലെ ശുക്രനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുള്ള 2 ബഹിരാകാശ പേടകങ്ങളാണ് മറീനർ 2ഉം വിനേറ 7ഉം. മറീനർ 2ഉം വിനേറ 7ഉം. ശുക്രൻ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ പേടകം എന്ന് പറയുന്നത് വിനേറ 7 ആണ്. സൂര്യൻ നിന്നുള്ള അകലം എന്ന് പറയുന്നത് 0.7 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. 0.7 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് സൂര്യൻ എന്നുള്ള അകലം എന്ന് പറയുന്നത്. ലൂസിഫർ എന്ന് അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? അത് ശുക്രനാണ്. അടുത്ത് നമ്മുടെ സ്വന്തം ഗ്രഹമായ ഭൂമിയിലേക്ക് പോവുകയാണ്. ഭൂമിയെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ഭൂമിയുടെ ഭ്രമണ വേഗത ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഭ്രമണ വേഗത ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ എത്ര km/h ആണെന്ന്? 1680 km/h ആണ്. 1680 km/h ആണ് നമ്മുടെ ഭൂമിയുടെ ഭ്രമണ വേഗത. എവിടെ? ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ. ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ ഭൂമിയുടെ ഭ്രമണ വേഗത എന്ന് പറയുന്നത് 1680 km/h ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ പരിക്രമണ കാലം എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ ഭൂമിയുടെ പരിക്രമണ കാലം എന്ന് പറയുന്നത് 365 ദിവസം 5 മണിക്കൂറും 48 മിനിറ്റ്. ഇത് കൃത്യമായിട്ട് പഠിക്കണം. 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ്. അതേപോലെ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എത്ര മണിക്കൂർ വേണം? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. 24 മണിക്കൂർ എന്ന് നമ്മൾ പറയുമെങ്കിലും കൃത്യമായിട്ടും ഇത് ആ ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡുമാണ് ഭ്രമണം പൂർത്തിയാക്കാൻ. പരിക്രമണ കാലം എന്ന് പറയുന്നത് എത്രയാണ്? 365 ദിവസവും 5 മണിക്കൂറും 48 മിനിറ്റുമാണ്. നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ്? നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് സൂര്യനാണ്. സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് പ്രോക്സിമ സെന്റൗറി. പഠിച്ചിട്ടുള്ളതാണ്. സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് പ്രോക്സിമ സെന്റൗറി. ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ശുക്രനാണ്. ഇനി നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ചന്ദ്രനാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം പ്രോക്സിമ സെന്റൗറിയാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത ഗ്രഹമാണ് ശുക്രൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശഗോളമാണ് ചന്ദ്രൻ. ഗ്രീക്കിൽ ഗയ എന്നും ലാറ്റിനിൽ ടെറ എന്നും അറിയപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭൂമിയാണ്. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പണ്ടൊക്കെ ചോദിച്ചിട്ടുള്ള കണ്ടിട്ടുണ്ട്. ഗ്രീക്കിൽ ഗയ എന്നും ലാറ്റിനിൽ ടെറ എന്നും അറിയപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭൂമിയാണ്. ഭൂമിയുടെ 71% എന്താണ്? ജലമാണ്. 29% മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് കരയെന്ന് പറയുന്നത്. അപ്പം ഭൂമിയുടെ 71% ജലമാണ്. ഇതും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏതോ ഒരു HSക്കോ UPക്കോ എന്തോ
നമുക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭൂമിയുടെ എത്ര ശതമാനമാണ് ജലം എന്ന് വെച്ചാൽ 71% ജലവും 29% എന്നാണ് കരയുമാണ്. അതുപോലെ നീലഗ്രഹം എന്നറിയപ്പെടുന്നു, ജലഗ്രഹം എന്നറിയപ്പെടുന്നു. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഫലക ചലനങ്ങൾ നിലനിൽക്കുന്ന ഏക ഗ്രഹവും ഏതാണ്? നമ്മുടെ ഭൂമിയാണെന്ന് മനസ്സിലാക്കണം. ഫലക ചലനങ്ങൾ നിലനിൽക്കുന്ന ഏക ഗ്രഹം ഏതാണ്? അത് ഭൂമിയാണ്. അതേപോലെ നമ്മുടെ ഭൗമാന്തരീക്ഷത്തിലെ ശരാശരി ഊഷ്മാവ് 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൗമാന്തരീക്ഷത്തിലെ ശരാശരി ഊഷ്മാവ് എന്ന് പറയുന്നത് എത്രയാണ്? 14 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭൗമാന്തരീക്ഷത്തിലെ ശരാശരി ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വെച്ചാൽ അത് 14 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് മനസ്സിലാക്കണം. ഭൂമിയുടെ കാന്തിക വലയത്തെ കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വാൻ അലൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. ഭൂമിയുടെ കാന്തിക വലയത്തെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? വാൻ അലൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഭൂമിയുടെ കാന്തിക വലയത്തെ കണ്ടെത്തിയിട്ടുള്ളത്. അതേപോലെ നമ്മുടെ ഭൂമിയുടെ സാങ്കല്പിക അച്ചുതണ്ടിന്റെ ചരിവ് എത്ര ഡിഗ്രിയാണ്? നമുക്കറിയാം 23.5 ഡിഗ്രി ചരിവാണ് നമ്മുടെ ഭൂമിയുടെ സാങ്കല്പിക അച്ചുതണ്ടിന്റെ ചരിവ് എന്ന് പറയുന്നത്. എത്ര ഡിഗ്രിയാണ്? 23.5 ഡിഗ്രിയാണ്. അതേപോലെ അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം. അന്തർഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഗ്രഹമാണ്? ബുധൻ വരും, ശുക്രൻ വരും, ഭൂമി വരും, ചൊവ്വ വരും. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ആദ്യത്തെ 4 ഗ്രഹങ്ങളാണ് അന്തർഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നർ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. അതിൽ അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ഏതാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഭൂമിയാണ്. അതേപോലെ മംഗൾയാൻ വിക്ഷേപിച്ച വർഷം ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അന്നത്തെ കറണ്ട് അഫെയർ ആയതുകൊണ്ട് ഇത് ചോദിക്കുമെന്ന് അറിയില്ല, എന്നാലും ഡേറ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 2013 നവംബർ 5-നാണ് മംഗൾയാൻ വിക്ഷേപിച്ചത്. 2013 നവംബർ 5-നാണ് മംഗൾയാൻ വിക്ഷേപിച്ചിട്ടുള്ളത്. ISRO ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ കെ രാധാകൃഷ്ണൻ ആയിരുന്നു. ഈ മംഗൾയാൻ 2013 മംഗൾയാൻ വിക്ഷേപിക്കുന്ന സമയത്ത് നമ്മുടെ ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഡോക്ടർ കെ രാധാകൃഷ്ണൻ ആയിരുന്നു. ഭൂമിയുടെ ഭ്രമണ വേഗത ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ എത്ര കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു? 1680 km/h ആണ്. പരിക്രമണ കാലം എന്ന് പറയുന്നത് 365 ദിവസവും 5 മണിക്കൂറും 48 മിനിറ്റുമാണ്. ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡും എടുക്കുന്നു. ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രമാണ് സൂര്യൻ. സൂര്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോക്സിമ സെന്ററി. ഭൂമിയുടെ ഏറ്റവും അടുത്ത ഗ്രഹം ശുക്രനാണ്. അതുപോലെ ആകാശഗോളം ചന്ദ്രനാണ്. ഗ്രീക്കിൽ ഗയ എന്നും ലാറ്റിനിൽ ടെറ എന്നും അറിയപ്പെടുന്ന ഗ്രഹമാണ് ഭൂമി. ഭൂമിയുടെ 71% ജലമാണ്. നീലഗ്രഹം എന്നും ജലഗ്രഹം എന്നും അറിയപ്പെടുന്നു. ഫലക ചലനങ്ങളിൽ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. അതേപോലെ ഭൗമാന്തരീക്ഷത്തിലെ ശരാശരി ഊഷ്മാവ് എന്ന് പറയുന്നത് 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ ഭൂമിയുടെ കാന്തിക വലയത്തെ കണ്ടെത്തിയത് വാൻ അലനാണ്. സാങ്കല്പിക അച്ചുതണ്ടിന്റെ ചരിവെന്ന് പറയുന്നത് 23.5 ഡിഗ്രിയാണ്. അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹമാണ്. അതേപോലെ മംഗൾയാൻ വിക്ഷേപിച്ചത് 2013 നവംബർ 5-നാണ്. ആ സമയത്ത് ISRO ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണനാണ്. ഇനി നമ്മൾ ചൊവ്വയിലേക്ക് പോവുകയാണ്. ചൊവ്വ ഗ്രഹത്തെക്കുറിച്ച് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഒരുപാട് പോയിന്റുകളുണ്ട്. അറിയാത്തുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. ഭൂമിയുടേതുപോലെ ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ഇതെന്ന് പറയുന്നത് ചൊവ്വ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഭൂമിയുടേതുപോലെ ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? അത് ചൊവ്വയാണ്. അതേപോലെ തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നു. അതുപോലെ ഫോസിൽ ഗ്രഹം എന്നറിയപ്പെടുന്നു. ധാരാളം ഫോസിലുകൾ ലഭിച്ചിട്ടുള്ള ഒരു ഗ്രഹം ആയതുകൊണ്ട് ഫോസിൽ ഗ്രഹം എന്നും അതേപോലെ തുരുമ്പിച്ച ഗ്രഹം എന്നൊക്കെയാണ് ചൊവ്വയെ അറിയപ്പെടുന്നത്. അതേപോലെ ചുവന്ന കളറിൽ കാണപ്പെടുന്നുണ്ട് ചുവന്ന ഗ്രഹം എന്നും ആരെ അറിയപ്പെടുന്നുണ്ട്? ചൊവ്വയെ അറിയപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. തുരുമ്പിച്ച ഗ്രഹം എന്നും അറിയപ്പെടുന്നു. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചൊവ്വയിലാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഒളിമ്പസ് മോൺസ് ആണ്. 25 കിലോമീറ്റർ ആണ് ഒളിമ്പസ് മോൺസിന്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ് എവിടെ സ്ഥിതി ചെയ്യുന്നു വെച്ചാൽ അത് ചൊവ്വയിലാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ പറഞ്ഞു ലക്ഷ്മി പ്ലാനവും മാക്സ്വെൽ മോൺസും ഒക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ശുക്രനിലാണ്. പക്ഷേ സൗരയൂഥത്തിൽ തന്നെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചൊവ്വയിലാണ്. 25 കിലോമീറ്റർ ആണ് ഒളിമ്പസ് മോൺസിന്റെ ഉയരം എന്ന് പറയുന്നത്. ഗ്രീക്കുകാരുടെ യുദ്ധദേവൻ എന്നാണ് ചൊവ്വയെ അറിയപ്പെടുന്നത്. ഗ്രീക്കുകാരുടെ യുദ്ധദേവൻ എന്നാണ് ആരെ അറിയപ്പെടുന്നത്? ചൊവ്വയെ അറിയപ്പെടുന്നത്. 2 ഉപഗ്രഹങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 2 ഉപഗ്രഹങ്ങൾ ചൊവ്വയ്ക്കുണ്ട്. ഏതൊക്കെയാണ്? ഫോബോസും ഡീമോസും. ഈ ഫോബോസും ഡീമോസും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തിയ വ്യക്തി അസ്ഫാഹാൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആണ്. അസ്ഫാഹാൾ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഈ 2 ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഫോബോസും ഡീമോസും കണ്ടെത്തിയിട്ടുള്ളത്. ചൊവ്വയുടെ 2 പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങളായ ഫോബോസും ഡീമോസും കണ്ടെത്തിയതാരാണ്? അസ്ഫാഹാളാണ്. അതേപോലെ കറുത്ത ചന്ദ്രൻ എന്നാണ് ഫോബോസിനെ അറിയപ്പെടുന്നത്. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നതാണ് ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫോബോസ് ആണെന്ന് മനസ്സിലാക്കുക. ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസിനെയാണ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത്. അതേപോലെ ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഫോബോസ് എന്ന് പറയുന്നത്. ചൊവ്വയിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വയുടെ ഉപഗ്രഹമായ ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? ഫോബോസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ഉപഗ്രഹങ്ങളാണുള്ളത്. ഫോബോസും ഡീമോസും കണ്ടെത്തിയത് ആരാണ്? അസ്ഫഹാളാണ്. കറുത്ത ചന്ദ്രൻ അറിയപ്പെടുന്നത് ഫോബോസ് ആണ്. അതേപോലെ ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹവും ഫോബോസ് ആണ്. ഗ്രഹത്തിന് ഏറ്റവും അടുത്തുകൂടി പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹമാണ് ഫോബോസ് എന്ന് പറയുന്നത്.
ഒരു ഗ്രഹത്തിന് ഏറ്റവും അടുത്ത് കൂടി സ്ഥിതി ചെയ്യുന്ന ഉപഗ്രഹം ഏതാണെന്ന് വെച്ചാൽ അത് ഫോബോസ് ആണ്. ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസ് ആണ് ഒരു ഗ്രഹത്തിന് ഏറ്റവും അടുത്തുകൂടി പരിക്രമണം ചെയ്യുന്നത്. അതേപോലെ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം എന്ന് വെച്ചാൽ അത് ഡീമോസ് ആണെന്ന് മനസ്സിലാക്കണം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഏതാണ്? അത് ഡീമോസ് ആണ്. അപ്പം നമ്മുടെ ഫോബോസും ഡീമോസും രണ്ട് ഉപഗ്രഹങ്ങളാണ് ചൊവ്വയുടെ കണ്ടെത്തിയത്. അസ്ഫാൾ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് കറുത്ത ചന്ദ്രൻ എന്നാണ് ഫോബോസിനെ അറിയപ്പെടുന്നത്. ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഫോബോസ്. ഗ്രഹത്തിന് ഏറ്റവും അടുത്തുകൂടി പരിക്രമണം ചെയ്യുന്ന ഒരു ഉപഗ്രഹമാണ് ഫോബോസ്. അതേപോലെ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഡീമോസ് ആണെന്ന് മനസ്സിലാക്കണം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹമാണ് ഡീമോസ്. അതേപോലെ അറേബ്യൻ ടെറ എന്ന ഗർത്തം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചൊവ്വയിലാണ്. അറേബ്യൻ ടെറ എന്ന ഗർത്തം കാണപ്പെടുന്ന ഗ്രഹമാണ് ഏതെന്ന് പറയുന്നത് ചൊവ്വ എന്ന് പറയുന്നത്. അതേപോലെ കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഏത് ഗ്രഹത്തിലാണ്? ചൊവ്വയിലാണ്. കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ. അതേപോലെ അറേബ്യൻ ടെറ എന്നീ ഗർത്തങ്ങൾ കാണപ്പെടുന്നത്. അറേബ്യൻ ടെറ എന്ന ഗർത്തവും കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷനും എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചൊവ്വയിലാണ്. കാൾ സാഗൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും ചൊവ്വയിലാണ്. പ്രധാനപ്പെട്ട കുറെ സ്മാരകങ്ങളും കാര്യങ്ങളും ഒക്കെ എവിടെ വരുന്നുണ്ട്? ചൊവ്വയിൽ വരുന്നുണ്ട്. കാൾ സാഗൻ സ്മാരകവും കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷനും എവിടെയാണ്? അത് ചൊവ്വയിലാണ്. മംഗൾയാൻ വിക്ഷേപിച്ചത് 2013 നവംബർ 5. ഡോക്ടർ കെ രാധാകൃഷ്ണൻ നമ്മൾ ആൾറെഡി പറഞ്ഞു. ചൊവ്വയിലേക്ക് ബഹിരാകാശ പേടകം അയക്കുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം, അത് ആ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ചൊവ്വയിലേക്ക് ബഹിരാകാശ പേടകം അയക്കുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ചൊവ്വയുടെ പഠനം നടത്തിയിട്ടുള്ള ബഹിരാകാശ ദൗത്യമാണ് പാത്ത് ഫൈൻഡർ എന്ന് പറയുന്നത് ഈ ചൊവ്വയെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഒരു ബഹിരാകാശ ദൗത്യമാണ്. അതേപോലെ ചൊവ്വയുടെ ഈ റെഡ് നിറത്തിൽ നമ്മൾ ആൾറെഡി പറഞ്ഞു, ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ എന്ന് പറയുന്നത്. ചുവന്ന ഗ്രഹം എന്നാണ്, തുരുമ്പിച്ച ഗ്രഹം എന്നൊക്കെ ഈ ചൊവ്വയെ അറിയപ്പെടുന്നുണ്ട്. ഈ ചൊവ്വയുടെ റെഡ് നിറത്തിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് അയൺ ഓക്സൈഡ് ആണ്. അയൺ ഓക്സൈഡ് ചൊവ്വയിൽ ഉണ്ടായതുകൊണ്ടാണ് ചൊവ്വ റെഡ് നിറത്തിൽ കാണപ്പെടുന്നത്. അതേപോലെ ചൊവ്വയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിച്ച ആദ്യത്തെ റോബോട്ടാണ് സോജേണർ എന്ന് പറയുന്നത്. ചൊവ്വയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിച്ച ആദ്യത്തെ റോബോട്ടാണ് ഏതെന്ന് പറയുന്നത്? സോജേണർ എന്ന് പറയുന്നത്. സോജേണർ. ഇനി ഇതിന്റെ ഭ്രമണകാലം എന്ന് പറയുന്നത് 24 മണിക്കൂറും 37 മിനിറ്റുമാണ്. ചൊവ്വയുടെ ഭ്രമണകാലം 24 മണിക്കൂറും 37 മിനിറ്റുമാണ്. പരിക്രമണകാലം 687 ദിവസമാണ്. അതായത് ചൊവ്വയുടെ പരിക്രമണകാലം 687 ദിവസവും ഭ്രമണകാലം 24 മണിക്കൂറും 37 മിനിറ്റുമാണ്. ഓക്കെ, അപ്പോൾ ചൊവ്വയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഭൂമിയുടെ ഇതുപോലെയുള്ള ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ചൊവ്വയിൽ എന്ത് ചെയ്യുന്നത്, മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ഒരു ഗ്രഹമാണെന്നൊക്കെ ആളുകൾ പറയുന്നത്. ഭൂമിയുടെ ഇതുപോലെ ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹം തുരുമ്പിച്ച ഗ്രഹം എന്നും ഫോസിൽ ഗ്രഹം എന്നും അറിയപ്പെടുന്നു. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലാണ്. ഗ്രീക്കുകാരുടെ യുദ്ധദേവൻ എന്നറിയപ്പെടുന്ന ചൊവ്വയെ. അതുപോലെ ഉപഗ്രഹങ്ങൾ, രണ്ട് പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങളാണ് ഫോബോസും ഡീമോസും. കണ്ടെത്തിയത് അസ്ഫാളാണ്. അതേപോലെ കറുത്ത ചന്ദ്രൻ എന്നാണ് ഫോബോസിനെ അറിയപ്പെടുന്നത്. ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഫോബോസ് എന്ന് പറയുന്നത്. ഗ്രഹത്തിന് ഏറ്റവും അടുത്തുകൂടി പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹമാണ് ഫോബോസ് എന്ന് പറയുന്നത്. അതേപോലെ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹമാണ് ഡീമോസ്. പിന്നീട് പറഞ്ഞു അറേബ്യൻ ടെറ എന്ന ഗർത്തം കാണപ്പെടുന്നു. കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ കാണപ്പെടുന്നു. കാൾ സാഗൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നു. ഇതെല്ലാം എവിടെയാണ്? ചൊവ്വയിലാണ്. മംഗൾയാൻ വിക്ഷേപിച്ചത് 2013 നവംബർ 5 ആ സമയത്ത് ഡോക്ടർ കെ രാധാകൃഷ്ണനായിരുന്നു ISRO ചെയർമാൻ. ചൊവ്വയിലേക്ക് ബഹിരാകാശ പേടകം അയക്കുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ മംഗൾയാൻ ചൊവ്വയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുള്ള ഒരു പേടകമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അതേപോലെ ചൊവ്വയുടെ പഠനം നടത്തിയ ബഹിരാകാശ ദൗത്യം പാത്ത് ഫൈൻഡർ ആണ്. അത് മനസ്സിലാക്കണം. ചൊവ്വയുടെ റെഡ് നിറത്തിന് കാരണം എന്താണ്? അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ്. അതേപോലെ ചൊവ്വയുടെ ഉപരിതലത്തിൽ സഞ്ചരിച്ച ആദ്യത്തെ റോബോട്ടാണ് സോജേണർ. ചൊവ്വയുടെ ഭ്രമണകാലം 24 മണിക്കൂറും 37 മിനിറ്റുമാണ്. അതേപോലെ പരിക്രമണകാലം 687 ദിവസമാണ്. ഇനി നമ്മൾ വ്യാഴത്തിലേക്ക് പോവുകയാണ്. വ്യാഴം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗ്രഹമാണ്. നമ്മുടെ ഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. ഭ്രമണവേഗത കൂടിയ ഗ്രഹമാണ്. ഭ്രമണവേഗത കുറഞ്ഞ ഗ്രഹം ശുക്രനും ഭ്രമണവേഗത കൂടിയ ഗ്രഹം വ്യാഴവും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞു ഏറ്റവും ഭ്രമണവേഗത കുറഞ്ഞ ഗ്രഹം ശുക്രനാണ്. അതുപോലെ തന്നെ ഏറ്റവും വർഷത്തെക്കാളും ദിവസത്തിന് ദൈർഘ്യം കൂടുതലാണ്. അതുപോലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിനരാത്രങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹം ശുക്രനാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ മതി. വ്യാഴത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളാണ് വ്യാഴത്തിൽ. പക്ഷേ ശുക്രനിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ ദിനരാത്രങ്ങൾ, ശുക്രനിൽ ഏറ്റവും ദൈർഘ്യമേറിയ ദിനരാത്രങ്ങൾ അനുഭവപ്പെടുമ്പോൾ വ്യാഴത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളാണ് അനുഭവപ്പെടുന്നത്. അതെന്താണ് കാരണം? ഭ്രമണവേഗത ഏറ്റവും കൂടിയ ഗ്രഹമാണ്. 9 മണിക്കൂർ 55 മിനിറ്റ് മാത്രമാണ് വ്യാഴത്തിന്റെ ഭ്രമണവേഗത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രം അനുഭവപ്പെടുന്നത് വ്യാഴത്തിലാണ്. അതുപോലെ ദ്രവഗ്രഹം എന്നാണ് വ്യാഴത്തെ അറിയപ്പെടുന്നത്. ദ്രവഗ്രഹം എന്ന് വ്യാഴത്തെ അറിയപ്പെടുന്നു. ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. ഏറ്റവും ശക്തമായിട്ടുള്ള കാന്തിക മണ്ഡലങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം.
അതുപോലെ ഗുരുത്വാകർഷണം ഏറ്റവും കൂടിയ ഗ്രഹമാണ് വ്യാഴം. ഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ ഗ്രഹം നമ്മൾ പറഞ്ഞു ബുധനാണെങ്കിൽ, ഗുരുത്വാകർഷണം ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴമാണ്. വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതലായതുകൊണ്ട് വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ള ഗ്രഹം വ്യാഴമാണ്. ഇതിന് ഓപ്പോസിറ്റ് ആണ്, ബുധൻ ഓപ്പോസിറ്റ് ആണ്. ബുധനിൽ ഏറ്റവും പലായന പ്രവേഗം ഏറ്റവും കുറവാണെങ്കിൽ നമ്മുടെ വ്യാഴത്തിൽ എന്താണ് ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ള ഗ്രഹമാണ്. 59.5 km/s ആണ് വ്യാഴത്തിന്റെ പലായന പ്രവേഗം എന്ന് പറയുന്നത്. റേഡിയോ ആക്റ്റീവ് തരംഗങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്ന ഗ്രഹം ഏതാണെന്ന് വെച്ചാൽ അത് വ്യാഴമാണ്. റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹങ്ങൾ ഏതാണ്? അത് വ്യാഴമാണ്. അപ്പം വ്യാഴത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണെന്ന് മനസ്സിലാക്കണം. ഗാനിമീഡ്, അയോ, യൂറോപ്പ, കാലിസ്റ്റ ഈ 4 ഉപഗ്രഹങ്ങൾ ആരുടേതാണ്? വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളാണ്. ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഗാനിമീഡ്, അയോ, യൂറോപ്പ, കാലിസ്റ്റ. അപ്പം ഗലീലിയൻ ഉപഗ്രഹങ്ങളിൽ പെടാത്തത് എന്ന് വേണമെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം. നമ്മൾ ചൊവ്വയുടെ 2 ഉപഗ്രഹമായ ഫോബോസും ഡീമോസും പഠിച്ചപ്പോൾ പറഞ്ഞു സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹമാണ് ഡീമോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതെന്ന് വെച്ചാൽ അത് ഗാനിമീഡാണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമീഡാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം എന്ന് പറയുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും അധികം അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന ഉപഗ്രഹം ഏതെന്ന് വെച്ചാൽ അത് അയോ ആണ്. സൗരയൂഥത്തിലെ ഏറ്റവും അധികം അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? അയോയിലാണ്. അയോയിലാണ് എന്ത് ചെയ്യുന്നത്? സൗരയൂഥത്തിലെ ഏറ്റവും അധികം അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന ഉപഗ്രഹം. വലിയ സമുദ്രത്തിന്റെ സാമീപ്യം അനുഭവപ്പെട്ടിട്ടുള്ള ഉപഗ്രഹമാണ് യൂറോപ്പ. ഓക്കെ, വലിയ സമുദ്രത്തിന്റെ സാമീപ്യം അനുഭവപ്പെട്ടിട്ടുള്ള ഉപഗ്രഹമാണ് യൂറോപ്പ എന്ന് പറയുന്നത്. വ്യാഴവുമായിട്ട് കൂട്ടുമുട്ടി തകർന്നു പോയിട്ടുള്ള ഒരു ധൂമകേതു ഉണ്ട്. അതിന്റെ പേരാണ് ഷൂമാക്കർ-ലെവി നയൻ. ഷൂമാക്കർ-ലെവി നയൻ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, പണ്ട് ചോദിച്ചിട്ടുണ്ട്. 2012 മറ്റോ ആണെന്ന് തോന്നുന്നു. HSIക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വ്യാഴവുമായിട്ട് കൂട്ടുമുട്ടി തകർന്ന ഒരു ധൂമകേതുവിന്റെ പേരാണ് ഷൂമാക്കർ-ലെവി നയൻ. അതുപോലെ വ്യാഴത്തിൽ കാണപ്പെടുന്ന ഒന്നാണ് വലിയൊരു ചുവപ്പടയാളം. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ചൊവ്വയാണ്, പക്ഷെ വലിയ ചുവപ്പടയാളം കാണപ്പെടുന്ന ഗ്രഹം എന്ന് വെച്ചാൽ അത് വ്യാഴമാണ്. തിരിഞ്ഞു നോക്കരുത്. വ്യാഴത്തിന്റെ ചുവന്ന പൊട്ട് കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക് എന്ന് പറയുന്നത്. റോബർട്ട് ഹുക്ക്. അപ്പം പൊട്ട് കണ്ടെത്തിയത് ആരാണ്? ഹുക്കാണ്. ഓക്കെ, അപ്പൊ ചുവന്ന പൊട്ട്, വ്യാഴത്തിന്റെ ചുവന്ന പൊട്ട് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. അപ്പൊ വ്യാഴത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കണം. ഏറ്റവും വലിയ ഗ്രഹമാണ്, ഭ്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹമാണ്, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹമാണ്. അതുപോലെ ബൃഹസ്പതി എന്നറിയപ്പെടുന്നു. ആ ഒരു പോയിന്റ് മനസ്സിലാക്കണം. ബൃഹസ്പതി എന്നാണ് വ്യാഴത്തെ അറിയപ്പെടുന്നത്. അതുപോലെ ദ്രവഗ്രഹം എന്നും വ്യാഴത്തെ അറിയപ്പെടുന്നുണ്ട്. ഏറ്റവും ശക്തമായിട്ടുള്ള കാന്തിക മണ്ഡലങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. ഗുരുത്വാകർഷണം ഏറ്റവും കൂടിയ ഗ്രഹമാണ്. വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്നു. ഏറ്റവും കൂടുതൽ പലായന പ്രവേഗം അനുഭവപ്പെടുന്ന ഗ്രഹമാണ്. റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. അതുപോലെ വ്യാഴത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. 4 പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങൾ, ഗലീലിയൻ ഉപഗ്രഹങ്ങളെന്ന് അറിയപ്പെടുന്ന വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളാണ് ഗാനിമീഡ്, അയോ, യൂറോപ്പ, കാലിസ്റ്റ. സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ് എന്ന് പറയുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും അധികം അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന ഉപഗ്രഹം അയോ ആണ്. വലിയ സമുദ്രത്തിന്റെ സാമീപ്യം അനുഭവപ്പെടുന്ന ഉപഗ്രഹമാണ് യൂറോപ്പ. വ്യാഴവുമായിട്ട് കൂട്ടുമുട്ടി തകർന്ന ധൂമകേതുവാണ് ഷൂമാക്കർ-ലെവി നയൻ. വലിയ ചുവപ്പടയാളം കാണപ്പെടുന്നത് വ്യാഴത്തിലാണ്. അത് കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. ഇനി ശനിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്നത് ശനിയാണ്. ഗോൾഡൻ ജയന്റ്, അതായത് ഈ ശനിക്ക് ചുറ്റൊരു വലയം, നമുക്കൊരു ഗോൾഡൻ കളറിലൊരു വലയം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ്. നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും, പക്ഷെ അത് നമുക്ക് ശനി ഒരു നക്ഷത്രം പോലെ തോന്നുന്നതുകൊണ്ട് നമുക്കത് ശനിയാണോ, അത് ഏത് ഗ്രഹമാണോ, അത് നക്ഷത്രമാണോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഒരു നക്ഷത്രത്തിന്റെ രൂപത്തിലാണ് നമുക്കതിനെ കാണാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. അപ്പം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന ഏറ്റവും അകലത്തിലുള്ള ഗ്രഹമാണ് നമ്മുടെ ശനി. കരിമഴ പെയ്യുന്ന ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത്. കരിമഴ പെയ്യുന്ന ഗ്രഹമാണ് ശനി. സൂപ്പർ വിൻഡ് എന്ന കൊടുങ്കാറ്റ് എവിടെ വീശുന്നുണ്ട്? ശനിയിൽ വീശുന്നുണ്ട്. സൂപ്പർ വിൻഡ് എന്ന് പറയുന്ന കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹമാണ് ശനി. റോമക്കാരുടെ കൃഷിദേവന്റെ പേരിലാണ് ശനി അറിയപ്പെടുന്നത്. അപ്പോൾ റോമക്കാർ കൃഷിദേവന്റെ പേര് നൽകിയിട്ടുള്ള ഗ്രഹം ഏതാണ്? അത് ശനിയാണ്. അതേപോലെ ഏറ്റവും അധികം ഹൈഡ്രജൻ സമ്പുഷ്ടമായിട്ടുള്ള ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത്. വ്യാഴത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ ആണ്. അതേപോലെ തന്നെ ഏറ്റവും അധികം ഹൈഡ്രജൻ സമ്പുഷ്ടമായിട്ടുള്ള ഗ്രഹവും ശനിയാണെന്ന് മനസ്സിലാക്കണം. അതേപോലെ സാന്ദ്രത കുറഞ്ഞ ഗ്രഹം, ജലത്തിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത്. ജലത്തിനേക്കാൾ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ശനി. മനസ്സിലാക്കി തന്നെ പഠിക്കണം. അപ്പം ശനിയുടെ വലയത്തിനെ കണ്ടെത്തിയത് ആരാണ്? അത് ഗലീലിയോ ആണ്. പൊടിപടലങ്ങളാലും മഞ്ഞുകട്ടകളാലും നിർമ്മിതമാണ് ശനിയുടെ വലയം എന്ന് പറഞ്ഞിട്ടുള്ളത് വില്യം ഹെർഷലാണ്. അതൊന്ന് മനസ്സിലാക്കിയേക്കണം. പൊടിപടലങ്ങളും മഞ്ഞുകട്ടകളാലും നിർമ്മിതമാണ് ശനിയുടെ വലയം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? വില്യം ഹെർഷലാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. വ്യാഴമായിരുന്നു, പിന്നെ അത് മാറി എന്തായി?
ശനിയായി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയായി. അതുപോലെ തന്നെ ശനിയുടെ ഭ്രമണകാലം 10 മണിക്കൂറാണ്. ശനിയുടെ ഭ്രമണകാലം 10 മണിക്കൂറും പരിക്രമണകാലം 29 വർഷമാണ്. 29 വർഷമാണ് പരിക്രമണകാലം. പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങൾ, കുറേ ഉപഗ്രഹങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതൊക്കെയാണ് ടൈറ്റൻ. അതാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഉപഗ്രഹം എന്ന് പറയുന്നത്. ശനിയുടെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. അതുപോലെ പ്രൊമിറ്റ്യൂസ്, അറ്റ്ലസ്, ഹെലൻ, പൻഡോറ, മീമാസ്, റിയ, തേത്തീസ്, ഹെപ്പാരിയോസ്, ഇങ്ങനെ കുറേ കഥാപാത്രങ്ങളുടെ പേരുകൾ നമ്മൾ ഈ ഗ്രീക്കോ റോമൻ എംപയറിന്റെ കാര്യമൊക്കെ പഠിക്കുന്ന സമയത്ത് കുറേ ക്യാരക്ടറുകൾ, അതുപോലെ തന്നെ കുറേ കഥാപാത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കുറേ ഷേക്സ്പിയറിന്റെയും നോവലുകളിലുള്ള കഥാപാത്രങ്ങളും ഒക്കെ പേരുകളൊക്കെ നൽകപ്പെട്ടിട്ടുള്ള ഒരു ഗ്രഹമാണ്, അല്ലെ ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകപ്പെട്ടുള്ള ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത്. അപ്പോൾ ഉപഗ്രഹങ്ങൾ കുറേ ഉണ്ട്. ആ പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ ഉപഗ്രഹങ്ങളായിട്ട് വരുന്നത് ശനിയിലായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ടൈറ്റൻ, പ്രൊമിറ്റ്യൂസ്, അറ്റ്ലസ്, ഹെലൻ, പൻഡോറ, മീമാസ്, റിയ, തേത്തീസ്, ഹെപ്പാരിയോസ്, ഇതെല്ലാം ശനിയുടെ ഉപഗ്രഹങ്ങളാണ്. അതിൽ ഏറ്റവും ലാർജസ്റ്റ് ആണ്, ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. ടൈറ്റനെ കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. ടൈറ്റനെ കണ്ടെത്തിയത് ആരാണ്? അത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് ടൈറ്റനെ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. നമ്മൾ പറഞ്ഞു സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് നമ്മുടെ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമീഡ് എന്ന് പറയുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ് എന്ന് പറയുന്നത്. അതേപോലെ രണ്ടാമത്തെയാണ് ഇതെന്ന് പറയുന്നത് ടൈറ്റൻ എന്ന് പറയുന്നത് കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഹൈജൻസ്. സമുദ്രത്തിന്റെ സാന്നിധ്യമൊക്കെ കണ്ടെത്തിയിട്ടുള്ള ഒരു ഉപഗ്രഹമാണ് ടൈറ്റൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ അപരൻ എന്നും ഭൂമിയുടെ ഭൂതകാലം എന്നൊക്കെ ആരെ വിശേഷിപ്പിക്കുന്നു? ടൈറ്റൻ എന്ന് പറയുന്ന ആ ഒരു ഉപഗ്രഹത്തെ വിശേഷിപ്പിക്കുന്നു. ഭൂമിയുടെ അപരൻ എന്നും ഭൂമിയുടെ ഭൂതകാലം എന്നും ഒക്കെ വിശേഷിപ്പിച്ചിട്ടുള്ള ഉപഗ്രഹമാണ് ടൈറ്റൻ. ഓക്കെ. അതുപോലെ സൗരയൂഥത്തിൽ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹമാണ് ടൈറ്റൻ എന്ന് പറയുന്നത്. സൗരയൂഥത്തിൽ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹമാണ് ടൈറ്റൻ. ഈ ടൈറ്റൻ ആണ് നമ്മുടെ ശനിയുടെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഉപഗ്രഹം. അത് കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. അതുപോലെ ഡെത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്ന ശനിയുടെ ഒരു ഉപഗ്രഹമുണ്ട്. അത് മീമാസ് ആണ്. ഡെത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹമാണ് ഇത് മീമാസ്. ABC എന്നീ 3 വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം അത് ശനിയാണ്. ABC ഇങ്ങനെ 3 വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശനി. അപ്പൊ ശനിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്നു. ABC എന്നീ 3 വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് ശനി. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്നു. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം, കരിമഴ പെയ്യുന്ന ഗ്രഹം, സൂപ്പർ വിൻഡ് എന്ന കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം, റോമക്കാരുടെ കൃഷിദേവന്റെ പേര് നൽകിയിട്ടുള്ള ഗ്രഹം, ഏറ്റവും അധികം ഹൈഡ്രജൻ സമ്പുഷ്ടമായിട്ടുള്ള ഗ്രഹം, സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ്, ജലത്തിനേക്കാൾ കുറവാണ്. ശനിയുടെ വലയത്തിനെ കണ്ടെത്തിയത് ഗലീലിയോ ആണ്. പൊടിപടലങ്ങളാലും മഞ്ഞുകട്ടകളാലും നിർമ്മിതമാണ് ശനി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ശനിയുടെ വലയം എന്ന് പറഞ്ഞത് വില്യം ഹെർഷലാണ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ശനിക്കാണ്. അതുപോലെ ഭ്രമണകാലം 10 മണിക്കൂറാണ്. പരിക്രമണകാലം 29 വർഷമാണ്. ഉപഗ്രഹങ്ങൾ ടൈറ്റനാണ് ഏറ്റവും വലുത്. അതുപോലെ പ്രൊമിറ്റ്യൂസ് ഉണ്ട്, അറ്റ്ലസ്, ഹെലൻ, പൻഡോറ, മീമാസ്, റിയ, തേത്തീസ്, ഹെപ്പാരിയോസ്. ടൈറ്റനെ കണ്ടെത്തിയത് ആരാണ്? ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. സൗരയൂഥത്തിന്റെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ എന്ന് പറയുന്നത്. സമുദ്രത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള ഉപഗ്രഹമാണ് ടൈറ്റൻ. ഭൂമിയുടെ അപരൻ എന്നും ഭൂമിയുടെ ഭൂതകാലം എന്നും അറിയപ്പെടുന്ന ഉപഗ്രഹമാണ് ടൈറ്റൻ. സൗരയൂഥത്തിൽ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹം ടൈറ്റൻ ആണ്. ഡെത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹമാണ് മീമാസ്. ABC എന്നീ 3 വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ശനിയാണ്. അടുത്ത നമ്മൾ യുറാനസിലേക്ക് പോവുകയാണ്. അരുണൻ എന്നാണ് അറിയപ്പെടുന്നത്. യുറാനസിനെ അറിയപ്പെടുന്നത് അരുണൻ എന്നാണ്. കണ്ടെത്തിയത് വില്യം ഹെർഷലാണ്. യുറാനസിനെ കണ്ടെത്തിയിട്ടുള്ളത് ആരാണ്? വില്യം ഹെർഷലാണ്. വില്യം ഹെർഷലാണ് യുറാനസിനെ കണ്ടെത്തിയത്. ടെലസ്കോപ്പിലൂടെ കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ഗ്രഹമാണ് യുറാനസ്. മനസ്സിലാക്കണം. ടെലസ്കോപ്പിലൂടെ കണ്ടെത്തിയിട്ടുള്ള ആദ്യ ഗ്രഹമാണ് ഏത്? യുറാനസ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത്, യുറാനസിനെ പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന മീഥേന്റെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ട്, മീഥേൻ എന്ന് പറഞ്ഞ വിഷവാതകം എവിടെയുണ്ട്? യുറാനസിൽ ഉണ്ടായതുകൊണ്ടാണ് മീഥേനെ പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത്. അതേപോലെ നീലഹരിത വർണ്ണത്തിലും ആരെ കാണപ്പെടാൻ പറ്റും? നമ്മുടെ യുറാനസിനെ കാണാൻ പറ്റും. നീലഹരിത വർണ്ണത്തിലും യുറാനസിനെ കാണപ്പെടുന്നുണ്ട്. ഉരുളുന്ന ഗ്രഹമെന്നും കിടക്കുന്ന ഗ്രഹമെന്നും അറിയപ്പെടുന്നുണ്ട് യുറാനസിനെ. അച്ചുതണ്ടിന്റെ ചരിവ് 98 ഡിഗ്രിയാണ് യുറാനസിൻ്റെത്. ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകപ്പെട്ടുള്ള ഗ്രഹമാണ് യുറാനസ്. നമ്മൾ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ യുറാനസിന്റെ ഉപഗ്രഹങ്ങൾക്കും ആരുടെ പേരുകൾ നൽകിയിട്ടുണ്ട്? ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെയൊക്കെ പേരുകൾ നൽകിയിട്ടുണ്ട്. അതേപോലെ പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങൾ എന്ന് മനസ്സിലാക്കുക. യുറാനസിൻ്റെത് ഏരിയൽ, മിറാണ്ട, കാലിബൻ, ജൂലിയറ്റ്, ഡെസ്റ്റിമോണ, പ്രോസ്പെറ. അപ്പോൾ ഇത് തിരിഞ്ഞു പോരുത്. വ്യാഴത്തിൻ്റെയും യുറാനസിൻ്റെ ഉപഗ്രഹങ്ങൾ തമ്മിൽ എന്തെങ്കിലും തിരിഞ്ഞു പോരുത്. ഏരിയൽ, മിറാണ്ട, കാലിബൻ, ജൂലിയറ്റ്, ഡെസ്റ്റിമോണ, പ്രോസ്പെറ. പ്രധാനമായിട്ടും ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകപ്പെട്ടിട്ടുള്ള ഉപഗ്രഹങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകപ്പെട്ടിട്ടുള്ള ഗ്രഹമാണ് യുറാനസ്. യുറാനസിന്റെ ഭ്രമണകാലം 17ഉം പരിക്രമണകാലം 84 വർഷവുമാണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ യുറാനസിന്റെ പ്രത്യേകതകളാണ് പറഞ്ഞത്. അരുണൻ എന്നറിയപ്പെടുന്നു. യുറാനസിനെ കണ്ടെത്തിയത് വില്യം ഹെർഷലാണ്.
ടെലസ്കോപ്പിലൂടെ കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ഗ്രഹമാണ് യുറാനസ്. പച്ചഗ്രഹം എന്ന് അറിയപ്പെടുന്നുണ്ട്. പച്ചഗ്രഹം അറിയപ്പെടാൻ കാരണം മീഥേന്റെ സാന്നിധ്യമാണ്. നീലഹരിത വർണ്ണത്തിലും യുറാനസിനെ കാണപ്പെടുന്നു. ഉരുളുന്ന ഗ്രഹമെന്നും കിടക്കുന്ന ഗ്രഹമെന്നും അറിയപ്പെടുന്നു. അച്ചുതണ്ടിന്റെ ചരിവ് എന്ന് പറയുന്നത് 98 ഡിഗ്രിയാണ്. ഉപഗ്രഹങ്ങൾക്ക് ശേഷിപ്പെട്ട കഥാപാത്രങ്ങളുടെ പേര് നൽകപ്പെട്ടിട്ടുണ്ട്. ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഏരിയൽ, മിറാണ്ട, കാലിബൻ, ജൂലിയറ്റ്, ഡിസ്റ്റിമോണ, പ്രോസ്പെറോ. ഭ്രമണകാലം 17, പരിക്രമണകാലം 84 വർഷമാണ്. അടുത്തതായിട്ട് നമ്മൾ നെപ്റ്റ്യൂണിനെ കുറിച്ചാണ് പഠിക്കുന്നത്. വരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. വരുണൻ എന്ന പേരിലാണ് നെപ്റ്റ്യൂണിനെ അറിയപ്പെടുന്നത്. കണ്ടെത്തിയത് ജൊഹാൻ ഗാലിയാണ്. ജൊഹാൻ ഗാലി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയിട്ടുള്ളത്. സൂര്യനിൽ നിന്നുള്ള അകലം 30 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. 30 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് നെപ്റ്റ്യൂണ് സൂര്യനിൽ നിന്നുള്ള അകലം എന്ന് പറയുന്നത്. ശുക്രൻ കഴിഞ്ഞാൽ ഏറ്റവും വൃത്താകൃതിയിലുള്ള ഭ്രമണപഥം കാണുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ശുക്രൻ കഴിഞ്ഞാൽ ഏറ്റവും വൃത്താകൃതിയിലുള്ള ഭ്രമണപഥം കാണുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ട്രൈറ്റൻ ആണ്. ടൈറ്റൻ നമ്മൾ പറഞ്ഞു ശനിയുടെ ഉപഗ്രഹമാണ്. അതേപോലെ ട്രൈറ്റൻ ആണ് നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുത്. സൗരയൂഥത്തിൽ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൗരയൂഥത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. മാന്ത്രികന്റെ കണ്ണെന്ന പേരിലാണ് ചുഴലിക്കൊടുങ്കാറ്റ് ദൃശ്യമാകുന്നത്. മാന്ത്രികന്റെ കണ്ണെന്ന പേരിലൊരു ചുഴലിക്കൊടുങ്കാറ്റ് എവിടെ ദൃശ്യമാകുന്നുണ്ട്? നെപ്റ്റ്യൂണിൽ ദൃശ്യമാകുന്നുണ്ട്. അതേപോലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളിൽ വലയമുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. നമ്മൾ ABC വലയമുള്ളത് പറഞ്ഞതുപോലെ നമ്മുടെ നെപ്റ്റ്യൂണിലേക്ക് വരുമ്പം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളിൽ എന്തുണ്ട്? ഒരു വലയം നെപ്റ്റ്യൂണിനുണ്ട്. 16 മണിക്കൂറാണ് നെപ്റ്റ്യൂണിന്റെ ഭ്രമണകാലം എന്ന് പറയുന്നത്. 164 ഭൗമവർഷമാണ് പരിക്രമണകാലം എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. 84 യുറാനസിന്റെയും 164 വർഷം പരിക്രമണകാലം നെപ്റ്റ്യൂണിന്റെയും സ്കൂൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഭ്രമണകാലം എന്ന് പറയുന്നത് 16 മണിക്കൂറും പരിക്രമണകാലം 164 വർഷമാണ്. അപ്പോൾ നെപ്റ്റ്യൂണിന്റെ ഇത്രയും പ്രത്യേകതകളാണ് ഒന്നുകൂടെ പറയാം. വരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. കണ്ടെത്തിയത് ജൊഹാൻ ഗാലിയാണ്. സൂര്യൻ നിന്നുള്ള അകലം 30 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ശുക്രൻ കഴിഞ്ഞാൽ ഏറ്റവും വൃത്താകൃതിയിലുള്ള ഭ്രമണപഥം കാണപ്പെടുന്നുണ്ട്. നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹങ്ങൾ ഏറ്റവും വലുത് ട്രൈറ്റൻ ആണ്. സൗരയൂഥത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റ് വീശുന്നുണ്ട്. മാന്ത്രികന്റെ കണ്ണെന്ന പേരിലിട്ട് ചൊല്ലിക്കൊടുങ്കാറ്റ് അവിടെ ദൃശ്യമാകുന്നുണ്ട്. അതേപോലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളിൽ വലയമുള്ള ഗ്രഹമാണ്. ഭ്രമണകാലം 16 മണിക്കൂറും പരിക്രമണകാലം 164 വർഷമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് പ്രധാനപ്പെട്ട 8 ഗ്രഹങ്ങളും അതിന്റെ പ്രത്യേകതകളുമാണ്. പ്ലാനറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ, ജിയോഗ്രഫിയിലെ പ്ലാനറ്റ്സ് എന്ന ടോപ്പിക്കിലെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.